ഹലോ നമസ്കാരം. ചപ്പാത്തി ചിക്കൻ കഴിച്ചാലോ? തരുന്നുണ്ടോ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയർ പോലത്തെ ചപ്പാത്തി ഉണ്ടോ? ഉണ്ടോ? ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. ഒരു പക്ഷേ നിങ്ങളുടെ വീടുകളിലെല്ലാം കാണുമായിരിക്കും ഈ ഒരു സാധനം, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തി മേക്കർ. പക്ഷേങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഉപയോഗിച്ച് കഴിയുമ്പോൾ കുഴച്ച് ശരിയായില്ല, അത് കീറിപ്പോകുന്നു, പൊട്ടിപ്പോകുന്നു, ക്ലിയർ ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് പ്രശ്നമാണ്. ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഉപ്പും വെള്ളവും മാത്രം വെച്ചൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവാണിത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇത് അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ശേഷം ഇതെടുത്ത് പതിയെ ബോളാക്കി ഉരുട്ടി നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണേ. അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ ചപ്പാത്തിൻ്റെ ഒരു ബോൾ എടുത്ത് ഇങ്ങനെ പരത്തി ഉണ്ടോ, നമ്മൾ കൈവെള്ളയെ പറ്റുന്ന രീതിയിൽ പരത്തുക. ചെറുതായിട്ട് ആ കോർണറിലേക്ക് ഉണ്ടോ, ആ ഒരു കോർണറിലേക്ക് വെച്ച് അമ്മക്കി കൊടുത്തു. കണ്ടോ സംഭവം പരന്നു വന്നു. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇടയ്ക്ക് ഇങ്ങനെ കറക്കി കൊടുക്കുക, തിരിച്ച് മറിച്ചിടുക. ഇത് തന്നെ പരിപാടി. ഇതൊന്ന് വെന്ത് വരുത്തണം വരെ. ഇത് കണ്ടോ, നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വെന്ത് വരുന്നതിൻ്റെ ഒരു കളർ മാറ്റവും കാണാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഈ സമയം നമ്മൾ പിന്നെ അടുത്ത ബോൾ പിടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാകും. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യമേ ബോൾസ് എല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് കയറണം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടോണം നല്ല പൊങ്ങി വരുന്നുണ്ട്, അടിപൊളിയായിട്ട് വരുന്നത്. നിങ്ങൾക്ക് വേണ്ട നന്നായിട്ട് ചപ്പാത്തി പൊങ്ങി വരണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശക്കല എണ്ണയോ നെയ്യോ എന്തെങ്കിലും തൂത്ത് അവിടെ വെക്കുക ശക്കല നേരം. എന്നിട്ട് അതിനെ എടുത്തിട്ട് വേണ്ട ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ പൊങ്ങി വരും. അതുപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഉണ്ടോ? ഇത് നമ്മൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മുടെ ആ പ്രസ്സില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് കൊടുക്കുക. അടയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഉണ്ടോ? പൊങ്ങി വരുന്നുണ്ടോ? ഉണ്ടോ? സൂപ്പർ ചപ്പാത്തി.